മാള KSRTC ബസ് സ്റ്റാൻഡിലെ അടച്ചിട്ടിരുന്ന പുറത്തേക്കുള്ള കവാടം പുനഃസ്ഥാപിച്ചു. ഗതാഗത കുരുക്കിനും അപകട സാധ്യതയ്ക്കും ഇടയാക്കിയ പ്രശ്നത്തിൽ പരാതിക്ക് പിന്നാലെയാണ് കവാടം തുറന്നത്. മാള KSRTC ബസ് സ്റ്റാൻഡിലെ അടച്ചിട്ടിരുന്ന പുറത്തേക്കുള്ള കവാടം വീണ്ടും തുറന്നു. പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസിന്റെ സാന്നിധ്യത്തിൽ KSRTC ജീവനക്കാരാണ് കവാടം തുറന്നത്. നമ്മുടെ KSRTCയുടെ അടച്ചിട്ടിരുന്ന ഒരു ഭാഗം ഇന്ന് തുറന്നിരിക്കുകയാണ്. നിരവധി പരാതികൾ ഈ അടച്ചിട്ടതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലടക്കം വന്നിരുന്നു. നമ്മുടെ KSRTC ബസ്സിന് കയറാനും ഇറങ്ങാനും വ്യക്തമായ സൗകര്യമുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. എന്നാൽ ഇന്ന് കുറച്ച് കാലങ്ങളായി ഒരു ഭാഗം അടച്ചിട്ടിരിക്കുന്ന നിലയിലാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നമുക്ക് ഷാൻഡി ജോസ് തട്ടകത്ത് അടക്കമുള്ള സാമൂഹിക പ്രവർത്തകരുടെ പരാതി പഞ്ചായത്തിൽ ലഭിക്കുകയും കഴിഞ്ഞ KSRTCയുടെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ അത് ചർച്ചയാവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ ഈ അടച്ചിട്ടിരുന്ന ഭാഗം തുറന്നിരിക്കുന്നത്. കവാടം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം KSRTC മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ശക്തമായി ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രശ്നപരിഹാരത്തിന് ഇടപെട്ടത്. കഴിഞ്ഞ 40 വർഷത്തിലേറെയായി പ്രവേശനത്തിനും പുറത്തു കടക്കുന്നതിനുമായി 2 കവാടങ്ങളാണ് ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ അടുത്തിടെ പുറത്തേക്കുള്ള കവാടം അടച്ചതോടെ ബസ്സുകൾ ഒരേ കവാടത്തിലൂടെയാണ് അകത്തേക്കും പുറത്തേക്കും സഞ്ചരിച്ചിരുന്നത്. ഇത് ഗതാഗത കുരുക്കിനും അപകട സാധ്യത വർദ്ധിക്കാനും കാരണമാകുന്നതായി പരാതി ഉയർന്നിരുന്നു. മാള KK റോഡിൽ നിന്ന് വാഹനങ്ങൾ KSRTC ജംഗ്ഷനിലൂടെ കടന്നു പോകുമ്പോൾ ഒരേ കവാടത്തിലൂടെ ബസ്സുകൾ പ്രവേശിക്കുകയും പുറത്തു കടക്കുകയും ചെയ്യുന്നത് വാഹന ഗതാഗതത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. പൊതുഗതാഗത കേന്ദ്രങ്ങളിൽ സുരക്ഷിതമായ വാഹന ഗതാഗതം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഷാൻഡി ജോസഫ് തട്ടകത്ത് നൽകിയ പരാതിയെ തുടർന്നാണ് വിഷയത്തിൽ ഇടപെടലുണ്ടായത്. തുടർന്ന് അടച്ചിട്ടിരുന്ന കവാടം പുനഃസ്ഥാപിച്ചതോടെ ബസ് സ്റ്റാൻഡിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാരും നാട്ടുകാരും. മീഡിയ ടൈം, മാള.